നമസ്കാരം. ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ചുക്കയാണ്. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ചുക്ക എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. സംഭവം വളരെ എളുപ്പമായിരുന്നു. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ആകെ ഇതിനകത്ത് ഉള്ളി വറുത്തെടുക്കുക എന്നുള്ള ഒരു പണിയും അത് കഴിഞ്ഞ് ചിക്കൻ ഒന്ന് വേവിക്കണം, ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ ഈസിയാണ്. നമ്മൾ മറ്റുള്ള കറികൾ പോലെ മണിക്കൂറുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. രണ്ട് കിലോ ചിക്കന് 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് കനം കുറച്ച് അരിഞ്ഞ് വച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് കോരണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് വറുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്നു കിട്ടും. സവാള നല്ല ബ്രൗൺ നിറമാക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ഈ ചിക്കനിലേക്ക് ഒരു 5 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മസാലകളും പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്യണം. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ടേസ്റ്റിന് വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഒരൽപ്പം ചിക്കൻ മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത് എല്ലാം കൂടി ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന ഒണിയൻ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർക്കാം. ഒരു തക്കാളി വളരെ ചെറുതാക്കി അരിഞ്ഞത് അതുകൂടി ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ എടുത്തു വയ്ക്കണം. എല്ലാ ചേരുവകളും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ നേരം എടുത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ നേരത്തെ മിക്സ് ചെയ്തപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ചേ ആവശ്യമുള്ളൂ. പിന്നെ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൽ നിന്നും ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. അങ്ങനെ അത് വേവണം. ഇവിടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഇതിനകത്ത് ഗ്രേവി ഉപയോഗിക്കുന്നില്ല. എന്നാൽ അത്രയ്ക്ക് ഡ്രൈയും അല്ല. അങ്ങനെ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായി. സ്റ്റൗ ഓഫ് ചെയ്യാം. റെഡി.